എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 രേവതി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് 2025 വർഷം സുഖദുഃഖ സമ്മിശ്രമായ അവസ്ഥയുടെ കാലമാണ്. കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സമയമാണ്. അതുപോലെ കൂടുതൽ ആത്മീയമായ ഉണർവുകളൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയം കൂടിയാണ് 2025 വർഷം. ജനുവരി മാസം ഫലപ്രദമായ പല കാര്യങ്ങളുമൊക്കെ സാധിക്കുന്നതാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും പ്രാരാബ്ധമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിലൊക്കെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പുതിയ കോഴ്സുകളുടെ അഡ്മിഷനൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ തൊഴിൽപരമായും ജനുവരി മാസം ഗുണകരമായ അവസ്ഥയാണ്. സാമ്പത്തിക ഉണർവുകളും ഉണ്ടാകുന്നതാണ് ജനുവരി മാസം. ഫെബ്രുവരി മാസം ഗുണകരമാണെങ്കിലും എന്തെങ്കിലും മനക്ലേശ ദുരിതങ്ങളൊക്കെ ഉണ്ടാകും, എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഏതെങ്കിലും ഒരു വ്യക്തി അതിന് അല്പം മുടക്കം വരുത്തുന്നതാണ്. ഇത് ഈ ഫെബ്രുവരി മാസം മൊത്തം ഇത് മാറാതെ പിന്തുടരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികളെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ വിഷമതകളൊക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് പഠനത്തിലൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതുപോലെ എന്തെങ്കിലും കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ കോഴ്സിനെ പറ്റി പൂർണ്ണമായ വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം അഡ്മിഷൻ എടുക്കുന്നതും നന്നായിരിക്കും. മാർച്ച് മാസം എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടാമെങ്കിലും പിതാവ് അല്ലെങ്കിൽ പിതൃതുല്യരായവരെ കൊണ്ട് എന്തെങ്കിലും രോഗക്ലേശ ദുരിതങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ആശുപത്രി വാസമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം മാർച്ച് മാസം. എന്തെങ്കിലും പകർച്ചവ്യാധി, പനി പോലുള്ള പകർച്ചവ്യാധികൾ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തൊഴിൽ രംഗത്തും ക്ലേശാവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതാണ്. തൊഴിൽ സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരുമായി ഇടപെടുന്ന രീതിയൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ സംസാരങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വസ്തുവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലോണൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതിനൊക്കെ മുടക്കം വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക രംഗവും അല്പം മോശമായ സമയമാണ് മാർച്ച് മാസം. അതുകൊണ്ട് ചിലവുകളൊക്കെ അല്പം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടതാണ്. ഈശ്വര പ്രാർത്ഥന തന്നെയാണ് ഇതെല്ലാം പരിഹരിക്കാനുള്ള മാർഗം. ഏപ്രിൽ മാസം ഏത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആഗ്രഹിക്കാതെ ഇരിക്കുന്ന സമയത്തുള്ള സ്ഥലം മാറ്റം, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം, അതുപോലെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇടയാകുക, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോലി സ്ഥലത്തും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം, വാക്കുതർക്കം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രവർത്തികളും വാക്കുകളൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ജോലിയിൽ കൂടുതൽ അലച്ചിലുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ജോലി സംബന്ധമായും അല്ലാതെയുമൊക്കെ കൂടുതൽ യാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ സമയം കുടുംബ സ്വസ്ഥത ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക രംഗവും അത്ര ഒരു മോശമായ അവസ്ഥയിൽ ആയിരിക്കില്ല. മെയ് മാസം രേവതി നക്ഷത്രക്കാർക്ക് അത്ര തൃപ്തികരമായിരിക്കില്ല. കുടുംബത്തെ എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ക്ലേശകരമായ അനുഭവങ്ങളൊക്കെ ഈ സമയത്ത് മെയ് മാസം നിങ്ങൾക്ക് ഉണ്ടാകാം. എന്ത് പ്രവൃത്തി ചെയ്താലും അതിലൊക്കെ അല്പം മാന്ദ്യം ഒക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. അതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ എന്തെങ്കിലും നിന്ദാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രേമബന്ധമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും അവസരങ്ങളൊക്കെ ഈ മെയ് മാസത്തിൽ ഉണ്ടായേക്കാം. ജൂൺ മാസവും അത്ര ഗുണകരമല്ല. എന്തെങ്കിലും മനോവിഷമതകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ യാത്ര സംബന്ധമായ അലച്ചിലുകൾ ഉണ്ടാകാം. അഗ്നി ആയുധം ഒക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മറ്റ് അപകടകരമായ വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്നവരും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കൂടുതൽ ജാഗരൂകരായിട്ടിരിക്കേണ്ട സമയമാണ്. തൊഴിൽ രംഗത്തും ശ്രദ്ധിക്കണം. അതുപോലെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കണം. സാമ്പത്തികമായി ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ്. എന്നാൽ ജൂലൈ മാസം രേവതി നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായിരിക്കും. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം,
തൊഴിൽ രംഗത്ത് ഒരു പ്രത്യേക ഉണർവ് ഉന്മേഷമൊക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ജോലി ലഭ്യത, ധാരാളം അവസരങ്ങളൊക്കെ തൊഴിൽ സ്ഥലത്തൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി, അവരെഴുതുന്ന ടെസ്റ്റുകളിലൊക്കെ കൂടുതൽ വിജയം, പുതിയ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നത്. അതുപോലെ പുതിയ വസ്തു വാങ്ങാനൊക്കെ കഴിയും. പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ നിലവിൽ വാഹനമില്ലാത്തവർക്കാണെങ്കിൽ പുതിയ വാഹനമൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ മാസമായിരിക്കും ജൂലൈ മാസം. ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യഘട്ടം അല്പം വിഷമകരവും അതിനുശേഷം ഗുണകരവും ആണ്. ആദ്യ ഭാഗം കൊണ്ടൊക്കെ മനസ്വസ്ഥതയ്ക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്ന എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ കുടുംബജീവിതത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകളൊക്കെ വരുന്നതാണ്. പങ്കാളികൾ തമ്മിൽ രമ്യതക്കുറവൊക്കെ ഉണ്ടാകാം. അതുപോലെ ഈ മാസത്തിൻ്റെ പകുതി വരെയൊക്കെ ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ചിലവുകൾ ധാരാളം ഉണ്ടാകുന്നത് കൊണ്ട് വരവും ചെലവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സെപ്റ്റംബർ മാസത്തിൽ ഈ കഴിഞ്ഞ മാസത്തെ ദോഷങ്ങളെല്ലാം മാറി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്ത് പ്രവൃത്തി ചെയ്താലും അതിലൊക്കെ ഒരു വിജയം ഉണ്ടാകുന്നതാണ്. അതുപോലെ ആരോഗ്യവും ഗുണകരമായ അവസ്ഥയാണ്. കുടുംബത്തെ ശാന്തി, സമാധാനം, സ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗുണകരമായ അവസ്ഥയാണ്. അവരാഗ്രഹിക്കുന്ന കോഴ്സുകളിലൊക്കെ പ്രവേശനം, പഠനത്തിലൊക്കെ മുന്നേറാനൊക്കെ സാധിക്കുന്നതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാർക്കും ഗുണകരമായ സമയമാണ്. അതുപോലെ കൃഷി ചെയ്യുന്നവർക്കും കർഷകർക്കും കൂടുതൽ ഗുണകരമായ അവസ്ഥ ഉണ്ടാകുന്നതാണ്. പരിശ്രമിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ഫലം സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. അതുപോലെ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഈ സെപ്റ്റംബർ മാസം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഒക്ടോബർ മാസത്തിൽ ഉദ്ദേശിച്ച് ഇരിക്കാതെ എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ചെറിയ വീഴ്ചകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ്സുകാരും അവരുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയറാക്കി വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ നടപടികൾക്കൊക്കെ വിധേയരാകേണ്ടി വരുന്നതാണ്. അതുപോലെ പുതിയ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ വിവാഹ വിഷയത്തിൽപ്പെട്ട എന്തെങ്കിലും ചതിയൊക്കെ പറ്റാൻ സാധ്യതയുള്ളതിനാൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ചുറ്റിനും അപകീർത്തി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഒക്ടോബർ മാസം. അതുകൊണ്ട് ഒക്ടോബർ മാസം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. നവംബർ മാസം എന്നാൽ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾക്കൊക്കെ ഒരു താൽക്കാലിക ആശ്വാസം വരുന്നതാണ്. തൊഴിൽ രംഗത്തൊക്കെ ഉണർവ് ഉണ്ടാകുന്നതാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ ഒരു ഭേദപ്പെട്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ്. കർഷകരുടെ കാര്യത്തിലും ഒരു പുതിയ ഒരു തുടക്കം ഈ നവംബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. പുതിയ കെട്ടിടമൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കുന്നതാണ്. എന്ത് കാര്യം ആഗ്രഹിച്ചാലും ആ ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സമയമാണ് നവംബർ മാസം. ഡിസംബർ മാസം നവംബർ മാസത്തിനേക്കാളിലും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ജോലിക്കായിട്ടുള്ള അവസരങ്ങളൊക്കെ ധാരാളം വന്നു ചേരുന്നതാണ്. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അർഹതപ്പെട്ട പ്രൊമോഷനൊക്കെ ലഭിക്കുന്നതാണ്. അവർ ചെയ്യുന്ന തൊഴിലിലൊരു അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ എവിടെന്നെങ്കിലും ധനമൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അത് മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ മുടങ്ങിയ ധനവരവൊക്കെ ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ കൂടുതൽ സന്തോഷത്തോടു കൂടിയൊക്കെ പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. എന്ത് പ്രശ്നമുണ്ടായാലും ആ പ്രശ്നമൊക്കെ ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ പരിഹരിക്കുന്നതാണ്. സാമ്പത്തിക രംഗവും കൂടുതൽ ഉണർവായി തന്നെ മുന്നോട്ട് പോകുന്നതാണ്. തൊഴിൽ രംഗവും സാമ്പത്തിക രംഗവും കൂടുതൽ ഗുണകരമാകുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം. ഇതാണ് രേവതി നക്ഷത്രക്കാരുടെ 2025 ഗുണദോഷ ഫലങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.